ഇതിനിടയ്ക്ക് ചിലവരെനിക്ക് പൈസ തന്നു കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്ക് ഒരു ബൈക്കിലോ അല്ല ഒരാൾ എന്നെ പിടിച്ച് നിർത്തിയിട്ട് പൈസ തന്നു. പിന്നെ ഒരു കാറുകാരൻ മ്യൂസിയത്തിൻ്റെ കടയിൽ വെച്ച് വിളിച്ചു നിർത്തി പൈസ തന്നു. അപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് എന്തായാലും ഇത് ചെയ്യുന്നു. അപ്പം നമ്മളെ കൂടെ ഒരു വീതമായിട്ട് ഇരുന്നോട്ടെ, അത് വേണ്ടെന്ന് പറയില്ലേ. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ഹരിപ്രസാദ്. ഹരിപ്രസാദ്. പിന്നെ ക്യാൻസർ രോഗികൾക്ക് സൗജന്യ യാത്ര, അതെ, അതെങ്ങനെയാണ്? വിളിക്കും. ഞാൻ നമ്പർ വെച്ചിട്ടുണ്ട്, വണ്ടിയിൽ തന്നെ നമ്പർ വെച്ചിട്ടുണ്ട്. ആ നമ്പറിൽ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അവരെ പോയി എടുത്ത് RCCയിൽ കൊണ്ടുവിടും. RCCയിൽ നിന്ന് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നേരെ എടുത്ത് വീട്ടിൽ കൊണ്ടുവിടും. അത് ശരി. അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു പൈസയും വാങ്ങൂല. പൈസ പിന്നെ എല്ലാവരും പാവങ്ങളായിട്ടുള്ള ആൾക്കാരാണ് എന്നെ വിളിക്കുന്നത്. അവരെന്ന് പൈസ വാങ്ങിക്കാൻ ഞാൻ വാങ്ങിക്കില്ല. ഇത് എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇപ്പം ഞാൻ വണ്ടി എടുത്തിട്ട് 2.5 വർഷമായി. 2.5 വർഷം കൊണ്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം മിക്കവാറും എല്ലാ ദിവസവും ഇങ്ങനെ ഒരു സൗജന്യ യാത്ര മിക്കവാറും കാണും അല്ലേ? ഇല്ല, പക്ഷേ എല്ലാ ദിവസവും കിട്ടത്തില്ല. ആഴ്ചയിലൊന്നോ മാസത്തിലും 5-6 എണ്ണം ഒക്കെ കിട്ടും. ഇന്നും ഒരെണ്ണം രാവിലെ കൊണ്ടുപോയി വിട്ടു. എവിടുന്ന്? കുണ്ടമൻകടവ്. അവിടെ നിന്ന് കൊണ്ടുവിട്ടിട്ട് തിരിച്ച് അവരെ വീട്ടിൽ കൊണ്ടുവിടണം എന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടു. വീട്ടിൽ കൊണ്ടുവിട്ടു. ഏതാ, വയസ്സായ ആളാണോ? പിന്നെ ഒരു ലോട്ടറി കച്ചവടക്കാരനാണ്. ഞാനും ലോട്ടറി കച്ചവടമൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഭാഗ്യവശാൽ എനിക്കൊരു വണ്ടി എടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പൈസ കൊടുത്ത് ആരെയും സഹായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു സഹായം ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യാണ്. സാധാരണഗതിയിൽ ഓട്ടോറിക്ഷക്കാരെ കുറിച്ച് മോശമായ അഭിപ്രായമാണ്, എല്ലാവരെയും എന്നല്ല. അതായത് അവർ അമിത കൂലി വാങ്ങുന്നു. അപ്പം ചേട്ടന് ഈ സൗജന്യമായിട്ട് ക്യാൻസർ രോഗികളെ കൊണ്ടുപോകാനുണ്ടായ ഒരു പിന്നെ പ്രത്യേക സാഹചര്യം എന്താണ്? സാഹചര്യമൊന്നുമില്ല, എന്തെങ്കിലും ചെയ്യണം. വണ്ടി എടുത്തപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും സഹായിക്കണമെന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ ഇത് ഞാൻ 1-2 വണ്ടിയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് RCC രോഗികൾക്ക്. അപ്പോൾ ഞാൻ ഒരാളുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അവരിങ്ങനെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഞാനും തുടങ്ങിയതാണ്. വണ്ടി എടുത്ത് 2ൻ്റെ അന്ന് ഞാൻ ഇത് എഴുതുകയും അതനുസരിച്ച് എന്നെ വിളിക്കുന്നുണ്ട്, ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഈ നമ്പറിൽ വിളിക്കും? ഈ നമ്പറിൽ വിളിക്കും. അപ്പോൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ വേറെ ദൂര സ്ഥലത്താണെങ്കിൽ അവിടെ പോകും. ദൂര സ്ഥലത്താണെങ്കിൽ ഞാൻ അവർ വിളിക്കുന്നത് ചിലപ്പോൾ നാളെയോ മറ്റന്നാളെയോ അല്ലെങ്കിൽ ഇന്ന ദിവസം പോകാനായി അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്ത ദിവസം രാവിലെ അവരെ പോയി പിക്ക് ചെയ്ത് കൊണ്ട് RCCയിൽ കൊണ്ടാക്കും. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ഹരിപ്രസാദ്. ഹരിപ്രസാദ്. എവിടെയാണ് താമസം? ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് പുളിയറക്കുളമാണ്. എൻ്റെ കുടുംബ വീട് പിന്നെ പാളയത്താണ്, വത്സല എഴുത്തിൻ്റെ അടുത്ത്. അപ്പോൾ ഇവിടെ വന്ന എന്തിനാണ്? ഇപ്പോൾ തന്നെ ഈ വണ്ടിയിൽ ബാറ്ററി ചേഞ്ച് ചെയ്യുന്നത്. ബാറ്ററി ചേഞ്ച് ചെയ്യാനാണ്. ബാറ്ററി ചേഞ്ച് ചെയ്യാൻ എന്തായാലും ആരും കാണിക്കാത്ത ഒരു സേവനമാണ് ചേട്ടൻ ചെയ്യുന്നത്. എന്തായാലും ചേട്ടന് നല്ലത് വരട്ടെ. എന്നാൽ കഴിയുന്ന ഒരു സഹായം. ഓക്കെ.